ഇന്നത്തെ വീഡിയോ മൈക്രോ ഗ്രീൻ ഇങ്ങനെ വളരെ എളുപ്പത്തിൽ നമുക്ക് മണ്ണ് പോലും ആവശ്യമില്ലാത്ത രീതിയിൽ ചെയ്തെടുക്കാൻ പറ്റുന്നൊരു വീഡിയോ ആണ് കാണിച്ചു തരുന്നത്. നമുക്ക് ഡെയിലി എല്ലാം ഇങ്ങനെ ചെയ്ത ഇലക്കറികളൊക്കെ നമുക്ക് കഴിക്കാൻ പറ്റും. അതിനാവശ്യമായിട്ട് ഞാൻ എടുത്തേക്കുന്നത് ചെറുപയറാണ്. ചെറുപയറൊന്ന് നമ്മളൊരു ദിവസം ഒന്ന് വെള്ളത്തിലൊന്ന് ഇട്ടൊന്ന് കുതിർത്തെടുക്കണം. ഇത് ഞാൻ കുതിർത്തെടുത്ത് ഒന്ന് മാറ്റി വെച്ചിട്ട് എന്നിട്ട് അതിന് റൂട്ട്സ് ഒക്കെ വരും. അതിന് മുളയൊക്കെ വന്നതിന് ശേഷം ഞാൻ ഇതുപോലെ ഒരു കണ്ടെയ്നർ പോലത്തെ 2 പാത്രം എടുത്തിട്ടുണ്ട്. നമുക്ക് സ്റ്റീൽ പ്ലേറ്റിനകത്തായാലും നമുക്ക് എടുക്കാവുന്ന ഏതിനകത്തായാലും നമുക്ക് ചെയ്തെടുക്കാം. ഇതുപോലെ അതിലേക്ക് ഞാൻ ടിഷ്യൂ എടുത്ത് ഇതുപോലെ നിരത്തി വെച്ച് കൊടുത്തിട്ടുണ്ട്. ടിഷ്യൂ ഇതുപോലെ നനച്ചു കൊടുക്കണം. ടിഷ്യൂ ഇതുപോലെ നനച്ചു കൊടുത്തിട്ട് ഇതിൻ്റെ മുകളിലോട്ട് നമ്മൾ മുള വന്ന ചെറുപയറൊന്ന് നിരത്തി കൊടുക്കണം. ഇത് കൂട്ടം കൂടി കിടന്നാലും കുഴപ്പമില്ല. നല്ല തിക്കായിട്ട് തന്നെ അത് കിളിച്ച് വരികയും ചെയ്യും. ഇതിപ്പം നമ്മൾ മുള വന്ന എല്ലാ ചെറുപയർ എല്ലാത്തിനും മുള വന്നിട്ടുള്ളതാണ്. 1 days കഴിയുമ്പം തന്നെ നന്നായിട്ട് തന്നെ റൂട്ട്സ് ഇറങ്ങും. അതിന് ഒരു 3-4 days ഒക്കെ ആകുമ്പോഴത്തേക്കിന് ലീവ്സൊക്കെ വരാൻ തുടങ്ങും. ഇതിപ്പം നന്നായിട്ട് തന്നെ ഞാൻ ഇട്ടിട്ടുണ്ട്. പിന്നെ ഞാൻ കോട്ടൺ തുണിക്കകത്ത് ഇടുന്നത് കാണിച്ചു തരാം. 2 രീതിയിലായിട്ടാണ് ഞാൻ ഇടുന്നത്. ടിഷ്യൂവിലും ഇടുന്നുണ്ട്, കോട്ടൺ തുണിയിലുണ്ട്. ഇതിപ്പോൾ അതിൻ്റെ മുകളിലായിട്ട് ഒരു ടിഷ്യൂ ഇട്ട് കൊടുത്തിട്ട് വെള്ളം നനച്ച് കൊടുക്കുന്നുണ്ട്. 1 days കഴിയുമ്പോൾ മുകളിലിട്ട് ടിഷ്യൂ നമ്മളെടുത്ത് മാറ്റി കൊടുക്കണം. ഇതിപ്പോൾ ഞാൻ മാറ്റി വെച്ചിട്ടുണ്ട്. അതുപോലെ വേറൊരു കണ്ടെയ്നറിൻ്റെ അകത്ത് ഒരു ടിഷ്യൂ ഇട്ട് കൊടുത്ത് ഞാൻ വെച്ചിട്ടുണ്ട്. ടിഷ്യൂ അല്ല, കോട്ടൺ തുണി എടുത്ത് വെച്ചിട്ടുണ്ട്. കോട്ടൺ തുണി ഇട്ട് കൊടുത്തിട്ട് കോട്ടൺ തുണി നനച്ച് കൊടുക്കണം. നനച്ച് ഇതുപോലെ നമ്മൾ ടിഷ്യൂവിലിട്ടതുപോലെ തന്നെ നിരത്തി ഇട്ട് കൊടുക്കുക. മുള വന്ന ചെറുപയർ നല്ല ഹെൽത്തിയുമാണ്. ഒരുപാട് പ്രോട്ടീൻ അടങ്ങിയിട്ടുള്ള ഒന്നാണിത്. ഒരുപാട് പ്രോട്ടീൻ അടങ്ങിയിട്ടുള്ളൊരു ഫുഡാണിത്. നമ്മളിത് മുള വന്നിട്ട് നമുക്ക് അങ്ങനെ എടുത്ത് നമുക്ക് കറി വയ്ക്കുകയും തോരൻ വയ്ക്കുകയൊക്കെ ചെയ്യാവുന്നതാണത്. ചെറുപയറൊന്നും തിന്നാത്ത കുട്ടികൾ കാണുമല്ലോ, അവർക്കൊക്കെ നമ്മളിത് ലീവ്സ് ആക്കിയിട്ട് അതിൻ്റെ ലീവ്സ് എടുത്ത് നമ്മൾ ഓംലെറ്റൊക്കെ ചെയ്യുന്ന സമയത്ത് നമുക്ക് അതിലേക്ക് കട്ട് ചെയ്തിട്ട് കൊടുത്ത് അങ്ങനെയൊക്കെ അവർക്ക് കൊടുക്കാവുന്നതാണ്. ഇതിപ്പോൾ ഒരു 5 days ആയപ്പം നന്നായിട്ട് അതിന് ലീവ്സൊക്കെ വന്നിട്ടുള്ളതാണ്. 5 days ആയപ്പം നന്നായിട്ട് ലീവ്സ് വന്നിട്ടുണ്ട്. ഇത് 2 കണ്ടെയ്നറിലും മറ്റേത് ടിഷ്യൂവിലും കോട്ടൺ തുണിയിലും ഇട്ടതാണ്. ടിഷ്യൂവിലിട്ടത് നല്ല ഗ്രോത്തായിട്ട് തന്നെ അത് വളർന്നു വന്നിട്ടുണ്ട്. കോട്ടൺ തുണിയിലത് ഒരു 6 days ഒക്കെ ആകും. ടിഷ്യൂവിലിട്ടതിനെക്കാട്ടി ഒരു 1 days കൂടെ കഴിഞ്ഞായിരിക്കും നന്നായിട്ട് കിളിച്ച് വരുന്നത്. നമ്മൾ ഇതുപോലെ തന്നെ അതിൻ്റെ വേരില്ലാത്ത രീതിയിൽ നമ്മൾ ഇതുപോലെ കട്ട് ചെയ്തെടുക്കണം. ഇതുപോലെ കട്ട് ചെയ്തെടുത്താണ് നമ്മളിത് ഉപയോഗിക്കുന്നത്. തോരൻ വയ്ക്കുകയൊക്കെ ചെയ്ത് നമുക്ക് കഴിക്കാവുന്നതാണിത്. നമുക്കിത് മണ്ണിലായാലും ചെയ്തെടുക്കാം. മണ്ണിലാണെങ്കിൽ ഇത്ര ഡേയ്സ് വരത്തില്ല. പെട്ടെന്ന് തന്നെ ഒരു 2-3 days ആകുമ്പോൾ തന്നെ നന്നായിട്ട് തന്നെ അത് കിളിച്ച് വരും. ഇതിപ്പോൾ നമ്മൾ ഒരു കോട്ടൺ തുണിയിലും ടിഷ്യൂവിലും ഇട്ടത് കൊണ്ടാണ് ഇത്ര ഡേയ്സ് എടുക്കുന്നത്. 5 days 6 days ഒക്കെ എടുക്കും ഇത് 2 days ഒക്കെ വരാനായിട്ട്. മണ്ണിലാണെങ്കിൽ പെട്ടെന്ന് തന്നെ അത് നല്ല ഹെൽത്തി ആയിട്ട് തന്നെ കിളിച്ച് വരികയും ചെയ്യും.
പിന്നെ മണ്ണ് കിട്ടാത്തവരും ഫ്ലാറ്റിലൊക്കെ താമസിക്കുന്നവർക്ക് ഇതായിരിക്കും എളുപ്പവും. ഇത് നമ്മളിപ്പോൾ ഒരു വളവും ഇതിൽ ചേർക്കുന്നില്ല. ഇത് ഞാൻ കോട്ടൺ തുണിയിൽ ഇട്ടതാണ് കേട്ടോ, ടിഷ്യൂലിട്ടത്. അതും അതുപോലെ നമ്മൾ കട്ട് ചെയ്തെടുക്കുന്നുണ്ട്. എല്ലാം ഞാൻ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. പിന്നെ ചെടിയൊക്കെ ഉണ്ടെങ്കിൽ ഇതിൻ്റെ വേരൊക്കെ നമുക്ക് അതിൻ്റെ ചുവട്ടിലിട്ടാലും അതൊരു നല്ല വളം തന്നെ. ഇത്രയും ലീവ്സ് നമുക്ക് കിട്ടിയിട്ടുണ്ട്. ഇത് ഞാനിനി ഒന്ന് കട്ട് ചെയ്തെടുക്കും. റൂട്ട്സൊക്കെ നന്നായിട്ട് തന്നെ തുണിയിലായാലും ടിഷ്യൂലായാലും ഓടും കേട്ടോ. നന്നായിട്ട് തന്നെ കിളിച്ച് വന്നിട്ടുള്ളതാണ്. ഇത് ടിഷ്യൂവിൻ്റെ അകത്ത് ഇട്ട് കിളിച്ച് വന്നതാണ്. നമുക്ക് റൂമിൻ്റെ അകത്ത് തന്നെ നമുക്ക് വളരെ സിമ്പിളായിട്ട് തന്നെ നമുക്ക് ചെയ്തെടുക്കാൻ പറ്റുന്ന ഒരു കാര്യമാണ് ഈ മൈക്രോ ഗ്രീന്. ഇത് ഞാനൊന്ന് കഴുകിയെടുത്തൊന്ന് ഇതുപോലെ ചെറുതായിട്ടൊന്ന് ചോപ്പ് ചെയ്തെടുത്തിട്ടുണ്ട്. തീയും ചെറുതായിട്ട് എടുക്കേണ്ടത്, ആവി കയറുമ്പോൾ തന്നെ ഒന്ന് ഒതുങ്ങും, കുറച്ചേ കാണും. ഞാനത് തോരൻ വെക്കാനായിട്ട് ഒരു പാത്രം എടുത്തിട്ടുണ്ട്. അതിലേക്ക് ആവശ്യത്തിന് എണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. എണ്ണ ചൂടായി വരുമ്പോൾ ഞാൻ അതിലേക്ക് കടുകിട്ട് കൊടുക്കുന്നുണ്ട്. കടുകിട്ട് കൊടുത്തിട്ടുണ്ട്. കടുകൊന്ന് പൊട്ടി വരുമ്പോൾ ഇതിലേക്ക് കറിവേപ്പിലയും കൂടെ ചേർത്ത് കൊടുക്കുക. കറിവേപ്പിലയും ചെയ്ത് കൊടുത്തിട്ട് ഞാൻ അരിഞ്ഞു വെച്ച മൈക്രോ ഗ്രീൻ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ചേർത്ത് കൊടുത്ത് ആവശ്യത്തിന് നമ്മൾ ഉപ്പ് ഇട്ട് കൊടുത്തൊന്ന് വഴറ്റിയെടുക്കുക. പെട്ടെന്ന് തന്നെ ആവി കയറുമ്പം തന്നെ അത് കുറച്ചേ കാണും. ഇത്രയേ ഇട്ടത് ഒരിച്ചേ കാണും നമുക്ക് ആവി കയറുമ്പം തന്നെ. എങ്കിലും നമുക്ക് വീട്ടിൽ തന്നെ നല്ല ഹെൽത്തി ആയിട്ട് ഇത്ര നല്ല പ്രോട്ടീൻ അടങ്ങിയിട്ടുള്ള ഒരു വളവും ചേരാത്ത രീതിയിൽ നമുക്ക് ഇലക്കറികളൊക്കെ നമുക്ക് കഴിക്കാൻ പറ്റും. ഇതിലേക്ക് ഞാൻ തോരൻ ഉള്ള അരപ്പും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. നമ്മൾ ചീരയും മുരിങ്ങത്തോരനും ഒക്കെ വെക്കത്തില്ലേ, അതേ സെയിം അരപ്പ് തന്നെ ഞാനിതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇതിലേക്ക് നമുക്ക് വേണമെങ്കിൽ മുട്ടയും, നമുക്ക് മുരിങ്ങയിലക്കകത്ത് മുട്ട ചിക്കി ചേർക്കുന്നത് പോലെ തന്നെ ഈ തോരൻ്റെ അതും നമുക്ക് ഒരു മുട്ട 1-2 മുട്ട എടുത്ത് ചിക്കി ചേർത്ത് കഴിഞ്ഞാൽ കുറച്ചുകൂടെ നമുക്ക് കാണുകയും ചെയ്യും, നല്ല ടേസ്റ്റി ആയിരിക്കും. ആ മൈക്രോ ഗ്രീനിൻ്റെ മാത്രം ടേസ്റ്റ് കിട്ടണമെന്നുണ്ടെങ്കിൽ ഇങ്ങനെ ചെയ്തെടുക്കുന്നതായിരിക്കും നല്ലത്. നല്ല ടേസ്റ്റ് ആയിരിക്കും. ഇതൊന്ന് ആവി കയറാനായിട്ട് ഞാനൊന്ന് അടച്ചു വെക്കുന്നുണ്ട്. നന്നായി ഇതൊന്ന് വെള്ളമൊക്കെ ഒന്ന് വറ്റി വന്നിട്ടുണ്ട്.
ഇതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. ഈ സമയത്ത് വേണം നമ്മൾ അഥവാ മുട്ട പൊട്ടിച്ച് ചേർക്കുന്നെങ്കിൽ ഈ സമയത്ത് വേണം മുട്ട ചേർത്ത് കൊടുക്കാവുള്ളൂ. ഞാനിപ്പോൾ ഇതിൽ മുട്ട ചേർത്ത് കൊടുത്തിട്ടില്ല. നന്നായിട്ട് ഇതുപോലെ ഒന്ന് എല്ലായിടും ഒന്ന് അരപ്പൊന്ന് പിടിക്കുന്ന രീതിയിലൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇതിലേക്ക് അതിൽ നല്ല വെള്ളമൊക്കെ ഒന്ന് വറ്റി വരുന്നിടം വരെ ഇതുപോലെ ഒന്ന് വഴറ്റി കൊടുക്കുക. അന്നേരം നല്ല ഒറ്റയായിട്ട് നല്ല കിടക്കും. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന ഒരു തോരനാണ്. വളരെ എളുപ്പത്തിൽ നമുക്ക് വീട്ടിൽ തന്നെ ചെയ്തെടുക്കാൻ പറ്റുന്ന ഒരു മൈക്രോ ഗ്രീൻ്റെ റെസിപ്പിയും കൂടാണ്. എല്ലാവരും ഒന്ന് ചെയ്തെടുക്കുകയും ഇതുപോലെ ഒന്ന് ചെയ്ത് കഴിച്ച് നോക്കുകയും ചെയ്യുക.